നമസ്കാരം. ഈ ഓലയെക്കുറിച്ച് നമ്മളിപ്പം കേൾക്കുന്നതെല്ലാം ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി അധിക കാലം പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുമോ? ഇത്തവണത്തെ വിൽപ്പനയിലും അവർ താഴോട്ടാണ് പോയിരിക്കുന്നത്. 50% മാർക്കറ്റ് ഷെയറിൽ നിന്നും ഓല 6% തകർന്നു വീണിരിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രമാണ്. എന്തായാലും 2026 ജനുവരി മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,22,477 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ, അതായത് ഈ കഴിഞ്ഞ മാസത്തെ എന്ന് വെച്ചാൽ 2025 ഡിസംബർ മാസത്തിലെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25% മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ, അതായത് കഴിഞ്ഞ വർഷം ജനുവരി മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 24% മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, അതായത് കഴിഞ്ഞ തവണ സെയിൽസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് 1-2 കമ്പനികളുടെ സെയിൽസ് ഡാറ്റയിൽ ചില തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് വിൽപ്പനയുടെ എണ്ണത്തിൽ വന്ന തെറ്റുകളായിരുന്നു. പക്ഷെ അതൊരിക്കലും അവരുടെ സ്ഥാനത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സോറി കേട്ടോ, ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. പ്യുർ EV ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബർ മാസത്തിൽ 1071 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച പ്യുർ EVക്ക് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 685 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 36%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 59% വളരെ വലിയൊരു ഇടിവാണ് പ്യുർ EV നേരിട്ടിരിക്കുന്നത്. 0.5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ സ്പ്രിന്റോ ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബർ മാസത്തിൽ 672 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഈ സ്പ്രിന്റോന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2033 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 202%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 1526%, വളരെ മികച്ച വളർച്ചയാണ് ഈ സ്പ്രിന്റോ കൈവരിച്ചിരിക്കുന്നത്. 1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ചൈനയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞ പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഈ വണ്ടികളെല്ലാം കാണാൻ ഒരേപോലെയായിരിക്കും. എന്നിട്ട് പേര് മാത്രം മാറ്റി സ്റ്റിക്കർ ഒട്ടിച്ച് വിൽപ്പന നടത്തും. അത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് കൊള്ള ലാഭം ഉണ്ടാക്കുന്ന വണ്ടിയാണ് ഇതും തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പ്യുർ EVയും. അതുകൊണ്ട് തന്നെ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഒരു പടി താഴേക്കിറങ്ങി ബിഗോസ് ഇത്തവണ 8ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7ാം സ്ഥാനത്തായിരുന്നു. ഡിസംബർ മാസത്തിൽ 2566 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2475 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 71% മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. 2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു പടി മുകളിലേക്ക് കയറി റിവർ ഇന്ത്യ 7ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. ഡിസംബർ മാസത്തിൽ 1797 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2574 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 43%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 321% വളരെ മികച്ച വളർച്ചയാണ് റിവർ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. 2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. മുമ്പ് നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. റിവർ ഇന്ത്യക്ക് ഷോറൂമുകൾ കുറവായതുകൊണ്ട് കാരണമാണ് വിൽപ്പന അധികം നടക്കാത്തതെന്ന്. സത്യം പറയുകയാണെങ്കിൽ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇവരുടെ വളർച്ച. വളരെ പതുക്കെ സമയമെടുത്തിട്ടാണെങ്കിലും ഓരോ മാസം കഴിയുന്തോറും അവരുടെ ഷോറൂമുകളുടെ എണ്ണവും അതുപോലെ തന്നെ വണ്ടികളുടെ വിൽപ്പനയും കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ആദ്യമായിട്ടാണ് റിവർ ഇന്ത്യ ഒരു മാസത്തിൽ തന്നെ 2000-ൽ കൂടുതൽ വണ്ടികൾ വിൽപ്പന നടത്തുന്നത്. ഉടനെയൊന്നുമില്ലെങ്കിലും ലേശം വൈകിട്ടാണെങ്കിലും റിവർ ഇന്ത്യ 6ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ലേശം ഒന്ന് പാടുപെടേണ്ടി വരും, അത് തീർച്ചയാണ്. യമഹയുമായി റിവർ കൈകോർത്ത സാഹചര്യത്തിൽ യമഹ EC06ന് തെറ്റില്ലാത്ത രീതിയിലുള്ള വിൽപ്പന ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും വണ്ടിയിലെ ബ്രാൻഡിംഗ് വരുന്നത് യമഹയുടെ പേരിലായതുകൊണ്ട് അത് യമഹയുടെ സെയിൽസ് എന്ന രീതിയിലായിരിക്കും വാഹൻ റിപ്പോർട്ടിൽ കാണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. 6ാം സ്ഥാനത്ത് നിന്നും ഒരിക്കലും മാറില്ല എന്ന വാശിയിലാണ് ഗ്രീവ്സ് മൊബിലിറ്റി എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കാലമായിട്ട് ഗ്രീവ്സ് 6ാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഡിസംബർ മാസത്തിൽ 5763 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 5335 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 48% മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. 4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. എല്ലാ മാസവും ഏകദേശം ഇത്രത്തോളം സെയിൽസ് ഇവർ നടത്തുന്നുണ്ടെങ്കിലും കേരളത്തിലെ റോഡുകളിൽ ഗ്രീവ്സിന്റെ വണ്ടികൾ അധികം നമുക്ക് കാണാൻ സാധിക്കാറില്ല. ഗ്രീവ്സിന്റെ കൂടുതൽ വണ്ടികളുടെ വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ
കേരളത്തിന് പുറത്താണ്. പക്ഷെ പണ്ട് ഇവരുടെ മാഗ്നസ് ഇറങ്ങിയ സമയത്ത് കേരളത്തിൽ ഒരുപാട് വിൽപ്പന ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓലയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നമുക്കറിയാം ടോപ്പ് 5 ലിസ്റ്റിൽ പരസ്പരം നല്ല കോമ്പറ്റീഷൻ തന്നെയാണ് നടക്കാറുള്ളത്. പക്ഷെ ഇപ്പോ ഇതിൽ ഓലയ്ക്ക് മാത്രമാണ് വലിയൊരു അടിയേറ്റിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൃത്യമായ സർവീസ് നൽകാത്തതിന്റെ പേരിൽ ജനങ്ങൾക്ക് കമ്പനിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് തന്നെയാണ് ഓലയുടെ തകർച്ചയ്ക്ക് കാരണം. 50% മാർക്കറ്റ് ഷെയർ ഓലയ്ക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് വർഷം മുന്നേ ഒന്നുമല്ല, സമീപകാലത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് ഒറ്റയടിക്ക് 6% മാർക്കറ്റ് ഷെയറിലേക്ക് ഓല കുത്തനെ തകർന്നു വീണത്. മാത്രമല്ല ഇത്തവണത്തെ ടോപ്പ് 5 ലിസ്റ്റിൽ നിന്നും ഓല മാത്രമാണ് വിൽപ്പനയിൽ താഴോട്ട് പോയിരിക്കുന്നതും. ഡിസംബർ മാസത്തിൽ 8400 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 7512 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 10% ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 69% വലിയൊരു ഇടിവാണ് ഇവരെ നേരിട്ടിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഈ അടുത്ത് ഓലയുടെ സ്റ്റാഫിൽ നിന്നും കേട്ട ചില കാര്യങ്ങളാണ്. അതായത് ചെറിയൊരു ശതമാനം ഓലയുടെ ഡയറക്റ്റ് സ്റ്റാഫുകളെ പിരിച്ചുവിടാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഷോറൂമുകൾ പലയിടങ്ങളിലായിട്ട് പൂട്ടി തുടങ്ങിയിരിക്കുന്നു. കമ്പനിയിൽ തന്നെ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ റിസൈൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. എന്തായാലും കാര്യങ്ങളെല്ലാം ഒന്നുകൂടി അന്വേഷിക്കട്ടെ. കേട്ടതെല്ലാം സത്യമാണെങ്കിൽ മാത്രം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഇവർക്ക് ഓരോ മാസവും ഇത്രയും വണ്ടികൾ വിൽക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഈ വർഷം തന്നെ എന്തെങ്കിലും ഒന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഹീറോ മോട്ടോകോർപ്പിന്റെ വീടയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവരെ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബർ മാസത്തിൽ 12199 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 13274 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 8% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 716% വളരെ മികച്ച വളർച്ച കൈവരിക്കാനും വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 10% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥറാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബർ മാസത്തിൽ 20323 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 21923 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 8% വളർച്ച കൈവരിക്കാൻ ഏഥറിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 67% വളരെ മികച്ച വളർച്ചയാണ് ഏഥർ കൈവരിച്ചിരിക്കുന്നത്. 17% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു 5-6 മാസം പിറകോട്ട് പോയാൽ ഏഥറിനെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് കൂടുതലായും 5ാം സ്ഥാനത്തും ചിലപ്പോഴൊക്കെ 6ാം സ്ഥാനത്തും വളരെ ചുരുക്കം സമയത്ത് 4ാം സ്ഥാനത്തും ഒക്കെയായിരുന്നു. പക്ഷെ ഇപ്പം 3ാം സ്ഥാനം ഉറപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ഏഥർ. ഏഥറിന്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ റിസ്തയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ബജാജ് ചേതക്കാണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബർ മാസത്തിൽ 25526 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ചേതക്കിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 25520 യൂണിറ്റ്സ് ആണ്. ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ട് മന്ത് ഓൺ മന്ത് സെയിൽസിന് ഇല്ലാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 19% വളർച്ച കൈവരിക്കാൻ ചേതക്കിന് സാധിച്ചിട്ടുണ്ട്. 20% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ചേതക്കിന്റെ അഫോർഡബിൾ സ്കൂട്ടറായ 2501 ഇറങ്ങുന്നതോടുകൂടി ഇവരുടെ സെയിൽസ് നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ TVS iQube-മായി നല്ലൊരു മത്സരം വരും മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. TVS iQube 1ാം സ്ഥാനത്ത് തന്നെ ഒരുപാട് കാലമായിട്ട് തുടരുകയാണ്. ഡിസംബർ മാസത്തിൽ 30309 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച iQube-ന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 34440 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 13%ന്റെയും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 43%ന്റെയും മികച്ച വളർച്ച കൈവരിക്കാൻ TVS iQube-ന് സാധിച്ചിട്ടുണ്ട്. 28% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ. മറ്റ് ചില വണ്ടികളുടെ സെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഡിസംബർ മാസത്തിൽ 516 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 666 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 29% വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഡിസംബറിൽ 599 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ 1ന് ജനുവരി മാസത്തിൽ 514 യൂണിറ്റ്സ് മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 14% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ 215 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 344 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 60% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം ഓരോ മാസവും 50-ൽ താഴെ മാത്രം വിൽപ്പന നടത്തിയ കമ്പനിയായിരുന്നു അൾട്രാ വയലറ്റ്. വണ്ടിയുടെ വില വളരെ കൂടുതലാണെങ്കിലും ജനങ്ങൾ ഇപ്പോൾ ഇവരുടെ വണ്ടികൾ വിശ്വസിച്ചു വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് സെയിൽസ് ഫിഗറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബറിൽ 213 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൻ റോറിന് ജനുവരി മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 359 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 68% വളരെ മികച്ച വളർച്ചയാണ് ഓപ്പൻ റോർ കൈവരിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റ മുഴുവൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരാഴ്ചയോളം ഇവർ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നടത്താറുണ്ട്.
അതുകൊണ്ട് തന്നെ ഡാറ്റയിൽ ചെറിയ മാറ്റങ്ങൾ കാണിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.